ഫ്രണ്ട്സ്, അതായത് നമ്മളെപ്പോഴും എന്നോട് കേരളത്തിലുള്ള പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ സ്പെയിനിലേക്ക് അല്ലെങ്കിൽ ബാഴ്സലോണയിലേക്ക് വരാനായിട്ട്. ചുമ്മാ വരാനല്ല, പഠിക്കാനായിട്ട് സ്റ്റഡി പർപ്പസിൽ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട്. നമ്മുടെ ഇവിടെ ഒത്തിരി മലയാളികൾ പഠിക്കുന്നുണ്ട്, പഠനം കഴിഞ്ഞിട്ട് അവരിവിടെ ജോലി ചെയ്യുന്നുണ്ട്, സെറ്റിലായവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും എനിക്കൊരു കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ ഫീൽഡ് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് കുറേ യൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ പഠിക്കാൻ വേണ്ടി വന്നവരാണ്, പഠനം കഴിഞ്ഞ ഒരു ജോലി കയറിയവരാണ്. അപ്പോൾ ഞാൻ അവരായിട്ട് ചെറിയൊരു ഷോർട്ട് ഇൻ്റർവ്യൂ അല്ല, ഒരു ടോക്കാണ്, ഡൗട്ട്. അപ്പോൾ നിങ്ങൾക്കത് കേട്ടിട്ട് നിങ്ങൾക്ക് അവരെങ്ങനെയാണ്, ഏത് പ്രോസസ്സാണ് അവർ ചെയ്തത്, ഏത് വഴിയിൽ ലോൺ എടുത്തിട്ടൊക്കെയാണോ, അങ്ങനെ എല്ലാ രീതിയിലും അവർ പറഞ്ഞു തരുന്നതായിരിക്കും, ഉപകാരപ്രദമായിരിക്കുന്നതായിരിക്കുന്നു. മലയാളി അസോസിയേഷൻ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യം ചെയ്യുന്നതാണ്. നമുക്ക് സ്നേഹനെ കാണാം. ഹലോ സ്നേഹ. സ്നേഹ എപ്പോഴും ഭയങ്കര ലൈവായിട്ട് ഒരു എനർജറ്റിക് കുട്ടിയാണ് സ്നേഹ. ഐ അപ്രീഷിയേറ്റ് യു. കഴിഞ്ഞ നമ്മുടെ വിന്റർ പ്രോഗ്രാമിനൊക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ പ്രോഗ്രാം നടത്തിയാണ്. സ്നേഹ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി. എൻ്റെ PhD എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ലിറ്ററേച്ചറിലാണ്. സോ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലിറ്ററേച്ചറും അല്ല, PhDയും എൻ്റെ PhD ലൈക്ക് ഡിഫറൻസ് ഉണ്ട്. അവർക്ക് ലൈക്ക് സ്റ്റൈപ്പൻഡോടെ ഫണ്ടഡോടെ ആയിരിക്കും അവർ വന്ന് PhD ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത ഹൈദരാബാദാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ അഡ്മിഷൻ്റെ വിൻഡോസ് അവർ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഞാൻ നോക്കി, എൻ്റെ പ്രപ്പോസൽ അയച്ചു, അവർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ വന്നത്. അല്ലാതെ ലൈക്ക് വലിയ ഇൻ്റർവ്യൂ പ്രോസസ്സൊന്നും ഇല്ലായിരുന്നു. വിസ പ്രൊസീജിയേഴ്സും അങ്ങനെ ടഫൊന്നും അല്ലായിരുന്നു. അഡ്മിഷൻ ലെറ്റർ വെച്ചിട്ട് അങ്ങനെ തന്നെ പോകുമായിരുന്നു. എൻ്റെ ഒരു ഫീൽഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ സ്കോളർഷിപ്സ് കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ വർക്കും ജോലിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. സെൽഫ് ഫണ്ടഡ് ആണ് എൻ്റെ PhD കോഴ്സ്. സോ അങ്ങനെ പോകുന്നു. അതെ, ആ ടൈറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു വർഷമാവുന്നു ഇവിടെ ഒരു വർഷമാവുന്നു. എൻ്റെ സെക്കൻഡ് ഇയർ PhDയിലേക്ക് ഞാൻ കയറുമായിരുന്നു. സെക്കൻഡ് ഇയർ PhD യൂണിവേഴ്സിറ്റി? മറ്റേ കുട്ടിയുടെ കവിത ദേവികയും അല്ലേ? ദേവിക UAB യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു റിസർച്ച് സെന്ററിലാണ് PhD ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പഠിപ്പിക്കുന്നു? ഞാനിവിടെ ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പ്രൈവറ്റ് അക്കാഡമിയിൽ. അതൊരു ലക്കായിട്ട് കയ്യിലേക്ക് വന്നാണല്ലോ. അതെ. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് നമുക്കൊരു ടീച്ചിങ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, ടെഫിൽ ടീച്ചിങ് സർട്ടിഫിക്കേഷൻ. അത് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഈസി ആയിട്ട് കിട്ടും. ഇംഗ്ലീഷ് ആസ് ഫോറിൻ ലാംഗ്വേജിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ടെഫിൽ എന്ന് പറയുന്നത്. അത് കിട്ടാൻ എന്ത് ചെയ്തത്? അത് ഓൺലൈൻ വെബ്സൈറ്റ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കോഴ്സ് ചെയ്യാൻ പറ്റും. എത്ര നാളത്തെ കോഴ്സാണ് അത് ലൈക്ക് ഒരു 6 months to 1 yearന്റെ ഒരു കോഴ്സ് പോലെ നമുക്ക് കിട്ടും. 6 months to. അത് മെയിൻലി ഫീമെയിൽസിന് വേണ്ടിയുള്ളതാണോ? അങ്ങനെയൊന്നുമില്ല. അത് ലൈക്ക് അങ്ങനെ. ഇനി സ്നേഹ, ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള യൂത്തിനോട് ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർ പറയാനുള്ള എന്താണ് പറയാനുള്ളത്? ലൈക്ക് സ്പെയിൻ ഒരിക്കലും മച്ച് ഓഫ് ദി സ്റ്റുഡൻസിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ അല്ല. ഇവിടെ വന്ന് പഠിക്കണം, സ്പെയിൻ അങ്ങനെ ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. കാരണം നമ്മളിവിടെ ഉള്ള സ്റ്റുഡൻറ്റ് വിസയിലുള്ള ഇയേഴ്സ് ഒരിക്കലും നമ്മുടെ റെസിഡൻസിലേക്ക് കൗണ്ട് ചെയ്യുകയോ അങ്ങനെ പെർമനൻറ്റ് റെസിഡൻസിലേക്ക് കൗണ്ട് ചെയ്തൊന്നുമില്ല. വർക്ക് വിസയിലുള്ള 10 years അതാണ് ഇവിടുത്തെ ഇത്. സോ സ്റ്റുഡൻസിൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ല സ്പെയിൻ. എന്നാലും ഇവിടെ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ PhD ഇതിൽ വരുന്നുണ്ട്. PhDക്ക് നല്ല സ്കോപ്പ് ഉണ്ട് ഇവിടെ. ദേവിക പറഞ്ഞ പോലെ PhDക്ക് മാസ്റ്റേഴ്സിനും നല്ലൊരു ഇതാണ്. PhD ലൈക്ക് ഇൻ സ്റ്റെം ആ ഒരു ഫീൽഡിലാണെങ്കിൽ യെസ് ഉണ്ടാകും. പക്ഷേ പറ്റും, സെൽഫ് ഫണ്ടഡ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാം ബാലൻസ് ആയിട്ട് പോകാൻ പറ്റും. അതിപ്പോൾ സപ്പോസ് വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ അത് യൂണിയുടെ ഇതിൽ തന്നെ ആയിരിക്കും അതോ നമുക്ക്? യൂണിയുടെ ഇതിൽ ആദ്യം കിട്ടും, കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അക്കോമഡേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്, ലൈക്ക് ഐഡിയലിസ്താബ് ആദി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അതുവഴിയൊക്കെ നോക്കിയിട്ടാണ്, മിക്കവരും അതിൽ നോക്കിയിട്ടാണ് നമുക്ക് നല്ലൊരു അക്കോമഡേഷൻ കിട്ടുന്നത്. സോ അങ്ങനെ. താങ്ക് യു അച്ഛാ. ഓക്കെ, ബൈ.